പെട്ടി തേൻ എടുക്കുന്നതിന് മുമ്പ് പെട്ടിയെ ഒന്ന് റെഡിയാക്കേണ്ടതുണ്ട്. റെഡിയാക്കുന്ന പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതിന്റെ സെല്ല് നോക്കണം. ഇപ്പൊ റാണി മുകളിലോട്ട് കയറി സെല്ലടിക്കും, താഴോട്ട് കയറി സെല്ലടിക്കും, വിരിഞ്ഞ് പോകാൻ വേണ്ടി. വിരിഞ്ഞ് രണ്ടായിട്ടൊക്കെ റാണി പോവും. അതിനുവേണ്ടിയുള്ള പരിപാടി ഇപ്പം ഇവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മളൊന്ന് ചെക്ക് ചെയ്യണേ. അതിന്റെ അടിയിൽ കാണാം, ഇതിന്റെ അടിയിൽ മൊത്തം സെല്ലാണ്, അതായത് മുട്ടയാണ്. റാണിക്കുള്ള മുട്ടയാണ് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് എടുത്ത് കളയണം. പ്രസ് ചെയ്ത് ഇവിടെയോ എടുത്ത് കളയുക ചെയ്യാം. ഈ റാണിയുടെ മുട്ട ഇരിക്കുകയാണെങ്കിൽ അടുത്ത ഈ റാണി വിരിഞ്ഞിറങ്ങുന്ന ടൈമിൽ രണ്ടായി പോവും. പകുതി ഈച്ച, പകുതി ഒരു റാണിയുടെ കൂടെ പോവും, പകുതി ഈച്ച ഇവിടെ ഇരിക്കും. നമ്മൾ ആ മുട്ടകളെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യുന്നത് താഴെയുള്ള ഏറ്റവും ലാസ്റ്റ് താട വെട്ടി മേലെ കൊടുക്കുകയാണ്. തേന് കൊണ്ട് ശേഖരിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇത് മുട്ട ശേഖരിക്കുന്ന ചേമ്പറാണ്, ഇത് തേന് വെക്കാനുള്ള ചേമ്പറാണ്. ഇതിന്റെ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാല് 6 അട കാണാം. ചിലടത്ത് തട്ടെന്ന് പറയും, ചിലടത്ത് അട എന്ന് പറയും. ഇതിപ്പോ 6 ഇത് ഇടത് സൈഡിൽ പഴയതായിരിക്കും, വലത്തെ സൈഡിൽ പുതിയതായിരിക്കും. അപ്പൊ പുതിയതാണ് നമുക്ക് വെട്ടി മേലെ കൊടുക്കാനുള്ളത്. ഇതാണ് അട. ഇതൊരു റെഡി ചെയ്ത് ഇപ്പൊ ഒരു 5 ദിവസത്തിനകത്ത് പ്രായമുള്ള അടയാണ്. 5 ദിവസം കൊണ്ട് അവരുണ്ടാക്കിയ അടയാണ്. ഇതിനു മുമ്പ് 5 ദിവസം മുമ്പ് നമ്മൾ ഈ അട വെട്ടി മേലെ ആ ചേമ്പറിലോട്ട്, തേനിന്റെ ചേമ്പറിലോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സെല്ല് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് സെല്ല്. ഇത് റാണിയുടെ സെല്ലാണ്. ഇതിന്റെ അകത്താണ് ഈച്ചയുടെ മുട്ട വരുന്നത്. നമ്മൾ ഈ ചെറിയ ഈച്ചയുടെ മുട്ട വരുന്നത് ഇതിന്റെ അകത്താണ്. ഇതായിരിക്കുന്നത് റാണിയുടെ മുട്ടയാണ്. ഈ മുട്ട എല്ലാം എടുത്ത് കളയണം, അല്ലെങ്കിൽ അവര് രണ്ടായി പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈച്ച ഒരുപാട് നഷ്ടമാകും. അതുകൊണ്ടാണ് ഈ കട്ട് ചെയ്ത് കളയുന്നത്. അട വെട്ടിയിട്ട് നമ്മുടെ ഫ്രെയിം ഒന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് പ്ലേറ്റ് ആണ്, അവർക്ക് ഫീഡ് ചെയ്യാനുള്ള, ആഹാരം കൊടുക്കാനുള്ള പ്ലേറ്റ് ആണ്. ഈ കമ്പുകൾ ഇട്ടേക്കുന്നത് ഈച്ച മുങ്ങിപ്പോകാതിരിക്കാനാണ്. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും വെള്ളം ഈ ലെവൽ കാണും. അപ്പോഴത്തേക്കും ഈ കമ്പുകൾ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈച്ച ഇതിന്റെ അടിയിൽ മുങ്ങി ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ കമ്പുകൾ ഇതിലേക്ക് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ അവര് തേന് ശേഖരിക്കാൻ വേണ്ടി ഇതിൽ തേനിരിപ്പുണ്ട്. ഇതൊക്കെ നല്ല നല്ല തേനുകളാണ്. തേന് ശേഖരിക്കാൻ വേണ്ടി അവർ ഒരുക്കി വെക്കുന്നതാണ്. ഇതിൽ മുഴുവൻ തേനാണ്. മുഴുവൻ തേന് നിറഞ്ഞിരിക്കുകയാണ്. നല്ല സൈസാക്കി തേൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുട്ട ഉണ്ടോന്നാണ്. റാണി ചിലപ്പോ ഈ ചേമ്പറിൽ നിന്ന് മുകളിലത്തെ ചേമ്പറിലോട്ട് കയറി ഇതിന്റെ അകത്തൊക്കെ മുട്ടയിടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മുട്ട ഉണ്ടെങ്കിൽ ആ മുട്ട ഉള്ള സ്ഥലത്ത് അവർ തേന് വയ്ക്കത്തില്ല. തേന് വയ്ക്കാതെ ബാക്കിയുള്ള സ്ഥലത്ത് തേന് ഫില്ല് ചെയ്യും. ഇപ്പൊ ഇതിന്റെ അകത്ത് മുട്ടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് വെള്ളം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ മുട്ട ഒന്ന് വെളിയിലോട്ട് ഇളകി പോകുന്നതായിരിക്കും. അത് കാണിച്ചു തരാമേ. ഇത് നമ്മുടെ ആ കൂട്ടിന്റെ അകത്ത് നിന്ന് വെട്ടിയെടുത്ത അടയാണ്. ഇത് രണ്ടും നമ്മുടെ കൂട്ടിന്റെ അകത്ത് നിന്ന് വെട്ടിയെടുത്ത അടയാണ്. അപ്പൊ ഇതിന്റെ അകത്തെല്ലാം മുട്ടയുണ്ട്. ഇതിനെങ്ങനെയാണ് നമ്മൾ ഫ്രെയിമിലോട്ട് ആഡ് ചെയ്യുന്നതെന്നൊന്ന് കാണിക്കും. അത് നമ്മൾ ലെവലിനൊന്ന് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നേരെ നല്ല രീതിയിൽ പിടിപ്പിക്കത്തില്ല. നമ്മളൊന്ന് ലെവലിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രെയിമിൽ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ റബ്ബർ ബാൻഡാണ്. പണി കഴിഞ്ഞ് ഇനി ഇതില് ഈ മുട്ട വെളിയിലോട്ട് പോകാൻ വേണ്ടി, മുട്ട ഇരിക്കുകയാണെങ്കിൽ അതിൽ തേന് നിറച്ച് വെക്കത്തില്ല. അപ്പൊ മുട്ട പോകാൻ വേണ്ടി നമ്മൾ വെള്ളം അകത്തോട്ടൊന്ന് അടിച്ച് കളയണം, മുട്ട അടിച്ച് കളയണം. നമ്മുടെ തട്ട് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന അടകളെയാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് മേളിലോട്ട് ഹണി ചേമ്പറിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതിനെ ഒരു 6 ദിവസത്തിനകത്ത് അവർ മൊത്തത്തിൽ ഫില്ലാക്കും. ഈ 4 സൈഡും ഫില്ല് ചെയ്ത്, ഇപ്പൊ ഇവിടെ പിടിച്ചിട്ടില്ല, ഇതിലെല്ലാം 4 സൈഡും പിടിപ്പിച്ച് മൊത്തത്തിൽ നല്ല വലുതാക്കി ഇതിനെ സെറ്റ് ചെയ്തെടുക്കും. അപ്പോഴത്തേക്കും നമ്മൾ ഈ റബ്ബർ ബാൻഡ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് വീണ്ടും ഒന്നുകൂടെ റെഡിയാക്കി അകത്തിട്ട് കൊടുക്കും. ഇതിലാണ് ഇനി തേൻ അവർ കൊണ്ട് ശേഖരിച്ച് വെക്കുന്നത്.
നമ്മളിത് ഇട്ട് കൊടുത്തില്ലെങ്കിലും ഒരു മുകളിലോട്ട് ഉണ്ടാക്കും, പക്ഷെ അത് കുറച്ച് കാലതാമസം പിടിക്കും. പക്ഷെ ഇതാണെങ്കിൽ നമ്മൾ മുകളിൽ അടയുള്ളതുകൊണ്ട് ഈച്ച കുറെ മുകളിലോട്ട് കയറുകയും ചെയ്യും. അടിയിൽ റാണി ഉണ്ടാക്കാനുള്ള ആ ഒരു ത്വര കുറയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റാണി അടിയിൽ ഈച്ച കുറയുന്നതുകൊണ്ട് ചൂട് കുറയും. അപ്പോഴത്തേക്കും തേൻ ഉണ്ടാക്കാനുള്ള സാഹചര്യം ശകലം ഒന്ന് കുറഞ്ഞു കിട്ടും. ഈച്ച മുകളിലോട്ട് കയറും, അട പെട്ടെന്ന് വലുതാവും. തേൻ കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് അവർ കൊണ്ട് തേൻ നിറച്ച് വെക്കാൻ പറ്റും, നമ്മൾ ഈ അട മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാലതാമസം പിടിക്കും. ഈ അട ഉണ്ടാക്കി അവർക്ക് ഈ അട ഉണ്ടാക്കിയിട്ട് രണ്ടാമത് അതിൽ തേൻ നിറച്ച് കുറച്ച് സമയം പിടിക്കും. മറ്റതാണെങ്കിൽ പെട്ടെന്ന് അവർ ഇതിൽ തേൻ നിറച്ച് വെക്കും. ഇതാണ് നമ്മുടെ പണി. അപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ ഇനി കൊണ്ട് നമ്മുടെ പെട്ടിക്കകത്തിട്ട് അടച്ച് അടുത്ത സൈറ്റിലോട്ട് പോവുകയാണ്. അടുത്തതായി ഇത് കഴിഞ്ഞ ഒരു 6 ദിവസം ഒരു 8 ദിവസം പഴക്കമുള്ള ഒരു അടയാണ്. ഇതിൽ നമ്മൾ തട്ട് താഴെ നിന്ന് വെട്ടി മേളോട്ട് കൊടുത്തതാണ്. അതാണ് ഈ റബ്ബർ ബാൻഡ് ഇട്ടേക്കുന്നത്. അവരതിനെ ഫില്ലാക്കി നിറച്ച് വച്ചേക്കാണ്. ഈ റബ്ബർ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇതിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും, റബ്ബർ ബാൻഡ് ഇട്ട സ്ഥലത്ത് വീതി കുറവും ഇടാത്ത സ്ഥലത്ത് ഇങ്ങനെ വീതി പൊക്കത്തിലാണ് വെച്ചേക്കുന്നത്. ഇവിടെ കുഴിഞ്ഞിരിക്കുകയാണ്, ഇവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണ്. അത് റബ്ബർ ബാൻഡ് കിടക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ റബ്ബർ ബാൻഡ് ഇതിപ്പോ ഫില്ല് ചെയ്തിട്ടുണ്ട്, 4 സൈഡും ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബർ ബാൻഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ചരിഞ്ഞ് പിടിച്ചാലും താഴെ പോയി വിടത്തില്ല. ഇത് നമ്മളൊരു 5 ദിവസം മുമ്പ് ഇട്ടതാണ്. ഇത് ഫില്ലായിട്ടില്ല, 4 സൈഡും ഫില്ലായിട്ടില്ല. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന അടിയിൽ നിന്ന് വെട്ടിയിട്ട് കൊടുക്കുന്ന അടയാണ് ഈ മുകളിൽ ഈ ഫില്ല് ചെയ്ത് അവർ നിറയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ തന്നെ കട്ട് ചെയ്യാതെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിൽ വെള്ളം അകത്ത് സ്പ്രേ ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള മുട്ട കളഞ്ഞിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ താഴെ ഈ 4 ലെയറും ഫില്ലായിട്ടുണ്ട്, 4 അടയും ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മേളിലോട്ട് അടുത്ത് സൂപ്പർ ഇവിടെ വയ്ക്കാൻ പറ്റും. ആ സൂപ്പറാണ് വയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ സൂപ്പർ, ഇതാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതായത് തേൻ വയ്ക്കുന്ന ചേമ്പർ. ഇതെല്ലാം കാലിയാണ്. ഇതുപോലെ കാലിയായിരുന്നതാണ് താഴെയും. അത് അവർ നമ്മൾ അട വെട്ടിയിട്ട് ഫില്ലായതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വെട്ടിയെടുത്ത അടയാണിത്. ഇപ്പം നമ്മൾ കാണിച്ച അടയാണ്, അടിയിൽ നിന്ന് വെട്ടിയെടുത്തതാണ്. ഇതിൻ്റെ അകത്ത് നിറയെ മുട്ട ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ മുട്ട എല്ലാം വെള്ളം അടിച്ച് എല്ലാം കളഞ്ഞിട്ട് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഒരു 6-7 ദിവസം ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഫില്ലാവും. മൊത്തത്തിൽ ഫില്ലായി മൊത്തത്തിൽ നിറഞ്ഞു വരും. ഇതിനെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, തേനുണ്ടല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ ഈ പ്ലേറ്റ് വെച്ച് വീണ്ടും ഫീഡ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. മരത്തിലോട്ട് നോക്കിയാൽ അറിയാം, മരത്തിന്റെ ഇലകളൊക്കെ ഇപ്പൊ ടൈം ആയിട്ടില്ല, ടൈം ആകുന്നതേ ഉള്ളൂ. ഇവ മൊത്തത്തിൽ ടൈം ആയിട്ടില്ല. ഇല വന്നിട്ട് ഇല കഴിഞ്ഞിട്ട് പൂ വരും. ഈ പൂ പൊഴിയുന്ന സമയത്താണ് നമുക്ക് തേൻ ലഭിക്കുന്നത്. പൂ പൊഴിയുന്ന സമയത്ത് അതിന്റെ ആ പൊട്ടിൽ നിന്നാണ് തേൻ ലഭിക്കുന്നത്. ഇപ്പൊ ടൈം ആയിട്ടില്ല. ഇപ്പൊ ഇതിനകത്തുള്ള തേനൊക്കെ ഈ ചെറിയ ചെറിയ ഇതളുകൾ വരുമ്പോഴും പിന്നെ ഈ ചെറിയ പൂച്ചെടികളൊക്കെ വളരുന്ന അതിൽ നിന്നുണ്ടാകുന്ന തേനാണ്. അതുകൊണ്ട് അത് കാണുമോ ഇല്ലേ എന്നുള്ള ഉറപ്പില്ല. നമ്മൾ അവർക്ക് തേന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈച്ചകളെല്ലാം താഴോട്ട് പോകും, ഈച്ചയുടെ എണ്ണം കുറയും. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഫീഡിങ് വീണ്ടും കൊടുക്കുന്നത്. ഇപ്പം തേന് നമുക്ക് എടുക്കാനുള്ള ടൈം ആയിട്ടില്ല, അതുകൊണ്ടാണ് വീണ്ടും ഫീഡിങ് കൊടുക്കുന്നത്. തേൻ എടുക്കാവുന്ന ടൈം ആകുമ്പോഴത്തേക്കും ഫീഡിങ് ഒരിക്കലും കൊടുക്കത്തില്ല. അതിനു മുമ്പ് തേൻ എടുക്കുന്നതിന് ഒരു 2 ആഴ്ച 3 ആഴ്ച മുമ്പേ നിർത്തും, ഈ ഫീഡിങ് കൊടുത്ത് നിർത്തും. ഇപ്പൊ നമ്മൾ തീറ്റയും കൊടുത്തിട്ടുണ്ട്, തട്ടും എല്ലാം ഇട്ടിട്ടുണ്ട്. അടിയിൽ റാണിയുടെ മുട്ടയെല്ലാം നോക്കിയിട്ടുണ്ട്. അടിയിലത്തെ തട്ടാണ് വെട്ടി മേലോട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഈച്ച വളർന്ന് മേലോട്ട് കയറുന്നതിനനുസരിച്ച് ആദ്യം ഇതിൽ കൂടുതൽ ഈച്ച ആയിരിക്കും, ഇതിലായിരിക്കും ഏറ്റവും കൂടുതൽ ഈച്ച. അത് കഴിഞ്ഞ് ഇതിലോട്ടായിരിക്കും വരുന്നത്, അത് കഴിഞ്ഞ് ഇതിലോട്ട് കയറും. അങ്ങനെ ഇതിന് മേലോട്ട് ഈച്ച വരുന്നതോറും നമ്മൾ മേലോട്ട് അട വെച്ച് നമുക്ക് പൊക്കി വീണ്ടും വലുതാക്കി കൊണ്ടുവരാൻ പറ്റും പെട്ടിയെ. ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് വെച്ച് അടച്ചു കെട്ടുകയാണ്. ഇനി ഇതൊരു 6 ദിവസം, മാക്സിമം ഒരു 6 അല്ലെങ്കിൽ 7 ദിവസത്തിനകത്ത് ഇത് വീണ്ടും നോക്കണം. വീണ്ടും അവർ സെല്ല് അവർ മേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. നല്ല തേന് വരുന്ന സമയത്താണെങ്കിൽ സെല്ലിന്റെ അളവ് കുറവായിരിക്കും, സെല്ല് വലുതായിട്ട് ഉണ്ടാകത്തില്ല. പക്ഷെ ഇപ്പോൾ നല്ല തേന് വരുന്ന സമയമല്ല. അതുകൊണ്ട് എന്തായാലും ഒരു 6 ദിവസത്തിനകത്ത് 7 ദിവസത്തിനകത്ത് വീണ്ടും നോക്കണം. അടിയിൽ വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ സെല്ല് വീണ്ടും ഉണ്ടാക്കിയിരിക്കും അവർ പിരിഞ്ഞു പോകാൻ വേണ്ടി. ഇപ്പം നമ്മൾ 6 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ആ സെല്ലെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ ചെയ്ത പണി തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതൊരു 4 ആഴ്ച 5 ആഴ്ച റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും വലിപ്പം കൂടുകയും ചെയ്യും, ഈച്ചയുടെ അളവും കൂടും, നിറയെ തേനും ലഭിക്കുമായിരിക്കും. അപ്പൊ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന പെട്ടികളെല്ലാം നമ്മൾ അങ്ങനെ പണി ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോ ഇതിൽ ചെയ്തതുപോലെ തന്നെയാണ് ഈ കാണുന്ന പെട്ടികളെല്ലാം പണി ചെയ്ത് വെച്ചതാണ്. ഞങ്ങള് മൊത്തത്തില് 3 പേരാണ്. ഞാൻ മലയാളിയും ബാക്കി 2 നമ്മുടെ ഭായിമാരുമാണ്, ഒഡീഷക്കാരാണ്. അവരെ കൂടെ ഒന്ന് കാണിച്ചു തരാമേ. ഇതാണ് കേട്ടോ നമ്മുടെ ബായ്. ഇത് നമ്മുടെ ഉമേഷ് ബായിയാണ്, ഇത് വിജിത്ത് ബായിയാണ്. 2 പേരും ഒഡീഷയിലുള്ളതാണ്. നമ്മൾ 3 പേരാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് നമ്മുടെ ജഡായിപ്പാറ, ഇത് കൊല്ലം ജഡായിപ്പാറയാണ്. ജഡായിപ്പാറയുടെ താഴെയുള്ള നമ്മുടെ ഒരു സൈറ്റാണ്. നമ്മുടെ ബായ് ഇപ്പൊ ചെയ്യുന്നത് പൊടിയിടുന്നതാണ്. എല്ലാ കൂട്ടിന്റെയും മൂട്ടില് സ്റ്റാൻഡിന്റെ മൂട്ടിലായിട്ട് നമ്മുടെ ഉറുമ്പൊടി ഇടുന്നതാണ്.
ഉറുമ്പൊടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറുമ്പ് മേലോട്ട് കയറും. ഉറുമ്പിന്റെ ഇഷ്ട ഭക്ഷണമാണ് നമ്മുടെ ഈച്ച. ഉറുമ്പൊടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഈച്ച മേളിലോട്ട് കയറി വന്ന് എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് പോകും. ഉറുമ്പ് ശല്യം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന ഈച്ച മൊത്തം വെളിയിലോട്ട് പറന്നു പോകും. അപ്പോൾ ഓക്കെ, അപ്പം ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.